എന്താണ് ഞാൻ ചോറ് കിട്ടാൻ പോവാം. നമ്മള് പുറത്ത് അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ ഇവിടെ കണ്ടില്ലേ. ചെമ്പട്ടി ഞാൻ ഒത്തു കൊടുക്കണം. മാങ്ങാക്കറി ഉണ്ടാക്കാനുള്ള മാങ്ങ അവിടെ ഞാൻ ചെത്തി വെച്ചിരുന്നു. മാങ്ങന്റെ കറി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ വിടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടാണ് കൊണ്ടണം. ഏതായാലും കിച്ചണോടല്ലേ പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് സാറേ. എന്താ ഞാൻ ഇന്റർവ്യൂ എടുക്കണ അതിൽ നിങ്ങൾ ഇങ്ങനെ അതിന് മാത്രം മറുപടി അറിയണേ? അല്ല ഇന്റർവ്യൂ എടുക്കണമെന്നല്ലേ. ഇതൊക്കെ തന്നെയല്ലേ എന്നും കാണാനുള്ള ഈ ചോറ് വേവിച്ച ഊറ്റുക. ഇതൊക്കെ ഇനി വെള്ളം പാരില്ല കേട്ടോ. കറി ഉണ്ടാക്കുക ഇങ്ങനെ അങ്ങോട്ടും കൂടെ കയറണം ഞാൻ. മാങ്ങാക്കറി ഇന്നെന്താ ചോറും കൂട്ടാനും? ചോറൊക്കെ കൂട്ടാൻ ചോറ് വെന്ത് ഊറ്റ കൂട്ടാനും മാങ്ങക്കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ഫുള്ള് കത്തി. എങ്ങനെ ഉണ്ടായിരുന്നു പരേഡ്? ഇതോ കാവനൂർ കിച്ചൺ. തൊപ്പിയുടെ നമ്മളെ പോലീസ് കാവനൂർ കിച്ചൺ. കാവനൂർ കിച്ചൺ എടുത്തോളിന്റെ ഇമ്മച്ചിക്ക് കാണിച്ച്. ഉമ്മച്ചിക്ക് കൊട്ടക്കൈയില് പൊട്ടി ഇറങ്ങാണ്ട് നിക്ക് ഊറ്റി കഴിഞ്ഞിട്ട് എടുക്കാറുണ്ട്. ഇപ്പൊ ഇതിനോട് ഊറ്റാൻ നിക്കാണ്. അതാണ് എടുക്കല്ലേ എന്ന് പറയുന്നത്. കൊട്ടക്കൈയില് പൊട്ടി കൊണ്ടുവരണം. പുതിയ ബോട്ടിലോട് കൊണ്ടുപോകാൻ പറയണേ. ഇപ്പൊ ചെറിയ ഇപ്പൊ മറ്റേ ഊറ്റിക്കാളെ വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരാം. വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞു എടുക്ക. ഇതുകൊണ്ട് ഊറ്റണെങ്കിൽ കുറച്ച് പണിയാ. ആയിക്കോട്ടെ ഊറ്റി ഊറ്റട്ടോ. റഫനെ നോക്കി പറയ്. എന്താപ്പാ അകത്തിൽ അടുപ്പുണ്ടായിട്ട് പുറത്തിൽ നിങ്ങൾ ഊറ്റണം? പുറത്ത് അടുപ്പുണ്ടാക്കി അവിടെ തിരിട്ടാനൊരു പൂതി. അപ്പൊ പുറത്ത് തീയൂട്ടി. പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലുണ്ടല്ലോ ഉമ്മാരെയൊക്കെ പുറത്ത് വേനലിട്ടായാല് കൊട്ടടിയും മണ്ണും അവിടുന്നും പെടുന്നും കൊടുന്നും അടുപ്പും അതേമാതിരി എന്താണ് കടുക്കൊക്കെ കെട്ടിയാൽ പന്തലൊക്കെ ഇട്ടാണ്ട് അടുപ്പൊക്കെ ഉണ്ടാക്കും കേട്ടോ. നല്ല രസമായി ഞങ്ങൾക്ക്. ഈ സ്കൂൾ കൂട്ടിലെ കേൾക്കാറ്. എന്നിട്ട് ഞങ്ങളൊക്കെ ഉണ്ടാവും മുറ്റം നന്നാക്കല്, മുറ്റം മണ്ണ് തേക്കല്. ഭയങ്കര രസമായി. അപ്പൊ ആ ഒരു പൂജ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ പുറത്തടുപ്പ്. നോമ്പലുണ്ടാക്കിയാട്ടോ. നോമ്പല് പത്തിലൊക്കെ ചൂടാ. അത് നല്ല അടുപ്പൊക്കെ ഉണ്ട്. എന്നാലും പുറത്തൊരു അടുപ്പ് കൂട്ടിയാണ്ട് തിരിച്ചിട്ടാ ഒരു പൂജ. അങ്ങനെ അടുപ്പ് ഉണ്ടാക്കിയതാട്ടോ. നമ്മൾ ഓളോബിക്സ് കട്ടൊക്കെ വെച്ചാണ്ട് തട്ടിക്കൂട്ടി അടുപ്പ്. തട്ടിക്കൂട്ടിയൊരടുപ്പ് അതേക്ക് പാർന്ന് നോക്കി. അതിൽ ബാക്കിയുള്ള ചോറും കിട്ടൂലേ? കഞ്ഞിവെള്ളം വേണം. ആർക്കെങ്കിലും കഞ്ഞി ചമ്മന്തി വേണോ? കഞ്ഞി മാങ്ങാ ചമ്മന്തി വേണോ? എനിക്ക് കഞ്ഞിവെള്ളം ചിന്താനാ. അവിടെ ആടും പോത്തൊന്നുമില്ല. തിരുമ്പളൊക്കെ കൂടെ സർപ്പിലിട്ട് വെച്ചിന്. അപ്പൊ നമുക്ക് തിരുമ്പണം. അത് കടയൊക്കെ ഇട്ടോ. എനിക്ക് മടിയാണോ ചാവലോ ആണെങ്കിൽ തോളിന്നൊക്കെ പറഞ്ഞു. ഞാൻ എടുക്കുന്നല്ല സിനിമോളിനെ പൊടിച്ചു വെച്ചാണ് വീഡിയോ എടുക്കുക. ഞാൻ തൊട്ടത് എന്തായാലും ഇത്ര കാലങ്ങൾ ഇട്ട് എന്നിട്ട് പെട്ടെന്ന് മടിയാണോ ഓർന്ന് നിർത്തിയിട്ട് അറിയില്ലല്ലോ. ഞങ്ങളെ ചാനലല്ലല്ലോ. മോറലല്ല കഴുകല്. അങ്ങനൊന്നുമില്ല. നമ്മൾ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞ് ഇതായി കുടുക്കൊന്നാണ് മോറ് വെച്ചാലേ അതാണ് വൃത്തിയായി കിട്ടൂലേ.
വെണ്ണൂറൊക്കെ ഇട്ടിട്ട് മോറ് കേട്ടോ. കടുങ്ങല്ലൂരാണ് അറിയാം. ചർച്ചക്ക് നടന്നവരെ ഉപ്പച്ചിക്ക് വിളിച്ചല്ലോ റീന് വന്നോ. ഇവിടെ ഇറങ്ങി ഒന്നുള്ളിൽ കയറിയപ്പോ ഒന്ന് പറഞ്ഞു ഒന്ന് കുടിക്കൊന്നും ഇങ്ങനെ ആരും മോറയ്യല്ലോ. മക്കളെ കുടിക്കൊക്കെ മോറല് വെണ്ണൂറും സാബൂനും കുക്കർ റൈസ് കുക്കർ എന്തെല്ലാം അല്ലേ. അതും കഴുകണ്ടേ? അത് കേൾക്കണം. ഇങ്ങനെ വെണ്ണൂറിട്ടൊന്നും മോറില്ലല്ലോ. അപ്പം ഞങ്ങളെ കുടിക്കൊക്കെ മോറി. അപ്പോൾ നമ്മളെ മാങ്ങ ചെത്തി ചില്ലിനോ. അപ്പം നമ്മൾ മാങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കും. എല്ലാ സാധനവും പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് കാരണം കടക് ഒലിപ്പിച്ച് കൊടുക്കണം. ചെരുപ്പിടാതെ നടക്കാൻ വീണില്ല. എല്ലാവരും നോക്കണം അവിടുന്ന്. ശേഷം കടക് ഇട്ടെടുക്കട്ടോ. നമുക്കൊരു പാകം ഉണ്ടാവില്ലേ, അതുപോലെ ഇട്ടെടുക്കുക. കടക് ഇട്ടെടുത്ത് ഉലുവട്ടെടുക്കുക. ഇങ്ങോട്ട് കൊണ്ടിരുന്നേ അതൊക്കെ അങ്ങനെ ഇത് പോലെ ഉലുവട്ടെടുക്കുക. എൻ്റെ കൈമക്ക് തെറിച്ചാലോ ഉണ്ടാൻ പാടില്ല. നമ്മൾ ചെറിയ ഉള്ളി ഇട്ടാൽ ഇത് എരിഞ്ഞ് വെച്ചത് വലിയ ചെറിയ ഉള്ളി കഴിഞ്ഞു. അപ്പം ഇത് നമ്മൾ വെല്ലുള്ളിൻ്റെ മാതിരിക്ക് തന്നെ അപ്പം ഇതിലേക്ക് ഇട്ടെടുക്കുക. വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ടിക്കാണ്ടൊന്ന് വഴറ്റിയെടുക്കും. ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഈ അടുപ്പത്തോടെ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. നമ്മൾ ഗ്യാസിനെയും കാട്ടി ഉഷാറായിട്ട് വഴന്ന്. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതേ കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കാം. ോടെ അധികം എരിവ് വേണ്ടില്ല. അപ്പോൾ നമ്മളെ കാശ്മീരി മുളക് പൊടി ഇല്ലേ, വല്ലാത്ത എരിവില്ലാത്ത, അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ചെറിയ സ്പൂണാട്ടോ. ഇതൊക്കെ പാടെ നല്ലോണം ഒന്ന് വഴച്ചിങ്ങോട്ട് എടുക്കുക. എന്തൊരു പച്ചവെള്ളം പറഞ്ഞു കൊടുക്കുക. ഇത് ചുടുവെള്ളം വെച്ച് കൊടുക്കണം. പൊടിയൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഗ്യാസ് നമുക്ക് സ്ലിമ്മിലിട്ട് കൊടുക്കാന്നൊക്കെ പറയില്ലേ. പിന്നെ അടുപ്പായതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് കരിയും. നല്ലോണം തിരിച്ചൊക്കെ കത്തിയിട്ടുണ്ടെങ്കിലേ കരിയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ചുടുവെള്ളം ഞാനവിടെ ഗ്യാസും വെച്ചിട്ട് എടുത്തോണ്ടിട്ട് കേട്ടോ. ചുടുവെള്ളമൊക്കെ വെച്ചില്ലേ. അപ്പോൾ തിളച്ചിട്ട് തിളക്കൊന്നും വേണ്ട, തിളക്കലൊടുങ്ങി കേട്ടോ. നല്ല ചുടുവെള്ളം ആയതുകൊണ്ട്. പിന്നെ ഈ അടുപ്പിൻ്റെ ഒരു ക്വാളിറ്റിയും കൊണ്ടാണ്. ഈ മാങ്ങ തീക്കിട്ട് കൊടുക്കുക. നമ്മൾ മാങ്ങാക്കറി ആദ്യമായിട്ട് വെക്കണേ. ഇങ്ങനെ വെക്കണം ആദ്യമൊക്കെ, രസം ഉണ്ടാവാം. മാങ്ങാക്കറി, മാങ്ങ ചമ്മന്തി, പിന്നെന്താ ഉച്ചക്ക് മാങ്ങാച്ചാറ്. അല്ല മാങ്ങ ചമ്മന്തി ഉണ്ടാക്കണോ? പച്ച കോഴി കൊണ്ടിരാ പറഞ്ഞു.
കോഴി പൊരിച്ച ഇങ്ങനെ നോക്കിയാൽ ഉണ്ടാവാറുണ്ട്. കോഴി പൊരിച്ച ഉപ്പുണ്ടോ? കുറവാ, പക്ഷെ സൂപ്പറാട്ടോ. എനിക്ക് നിങ്ങൾ ഫുള്ളായിട്ട് കവർ നിങ്ങൾ കുറച്ചാണ്ടെന്നാ കായപ്പൊടി ഇട്ടെടുത്തു, പക്ഷെ കായന്റെ പൊടി ഇല്ലല്ലോ. കായ ഇട്ടെടുത്തോ? കായ രസമുണ്ടാവും. അച്ചാറാവില്ല അപ്പോൾ അത്? കായപ്പൊടി നല്ലോട്ടല്ലേ. കായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ഇട്ട് കൊടുക്കില്ല, ഇട്ട് ഒരു അച്ചാറിന്റെ ചോയാവൂലേ? നോക്കട്ടെ, ചോയാവോ? ചൂടുണ്ടോ? ചെറുതായിട്ട് കുറച്ച് ആ മതി. രസമുണ്ട്. ഉണ്ടോ? ഇനി വേവട്ടെ, കുറച്ചുകൂടി വെള്ളം പാർന്നെടുക്കും. ആ മതി, ഓവർ വെള്ളം രസമുണ്ടല്ലോ. മാങ്ങ വേഗം വേവില്ലേ. നമുക്ക് മൂടി വെക്കട്ടോ. കാണാൻ തന്നെ ചൊറുക്കുണ്ടല്ലേ. ഇസൂന് എന്താ പണി വെക്കുക? എന്താ പണി? മൈലാഞ്ചി അരക്കേ? എന്താണ് എത്ര ചരക്കട് പറയ്, എന്തല്ലാണ്? അതിന് എന്തൊരു ഇലാണ്? തുളസിൻ്റെ ഇല അല്ല, മുറിയൂട്ടിയാണ് വേണ്ടത്. തുളസിൻ്റെ ഇല കഫക്കെട്ട് ഇതിനൊക്കെ ഉള്ളത്. ഇത് കാട്ടി കൊടുത്തില്ല മല്ലിക്ക. എന്താ പോയിക്കോളി. നിങ്ങൾ പരിചയപ്പെടുത്തി. എനിക്കറിയില്ല, നിങ്ങളെല്ലാം അവിടെ കുഴിച്ചിട്ട് വരും. നമുക്കുണ്ടാക്കിയ ഓരോ സാധനങ്ങളൊക്കെ പറഞ്ഞോളി. നിങ്ങളാണ്, എനിക്കറിയില്ല അതെന്താണെന്ന്. എനിക്കിതാ അറിയാം, കച്ചറവായി ഉണ്ടെന്നറിയാം. പൊതിയില കേട്ടോ. ഇത് പൊതിനൻ്റെ അതൊക്കെ ഞാൻ ചെടി കുഴിച്ചിടാൻ വിചാരിച്ചെടുത്ത സ്ഥലം. ഇത് നമ്മളെ മല്ലിയിലാണ് കേട്ടോ. ഞാൻ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ കുഴിച്ചിട്ടത്. അതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ചെടി ചീരൻ്റെ അത് കച്ചറവായ, അത് ഉറുമാമ്പയം ഉണ്ടാവോ? എടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഇവിടെ കിട്ടും. അവിടുന്ന് അങ്ങോട്ട് കൊടുന്ന് കുഴിച്ചിട്ടതാ. പിന്നെ ഇത് മുല്ല, ഈ ചെടിയിൽ നാരങ്ങ. മുല്ല ഉണ്ടായിക്കണം കേട്ടോ അപ്പുറത്ത്. 4-3 മുട്ടയും കണ്ടു. ഇത് നമ്മളെ തുളസി. ഇത്ര കണ്ടു കേട്ടോ. പിന്നെ അതവിടെ ഒരു ചെടി. പിന്നെ ഇത് ഞങ്ങളെ വീട് ആരും കണ്ടില്ല. ഫുള്ള് കാട്ടി ശരിക്കും നമുക്ക് കാണിച്ചെടുക്കാം. ചെയ്യണ്ടോ പറയണ്ടേ? ആയില്ല, നിക്ക്, നിങ്ങൾ അടുക്കെടുക്കട്ടെ. അടുക്ക ആണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഫുള്ളായിട്ടില്ല, സിറ്റ് ഔട്ടൊന്നും കിട്ടുന്നില്ല. ഇതാണ് വീട്. ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. പുറം ഭാഗം ഉൾഭാഗമൊന്നും നിൽക്കില്ല. പിന്നെ ഇവിടെ സപ്പോട്ട മരം, മാങ്ങ മൂക്കി. സപ്പോട്ട ഇപ്പം എപ്പോഴും ഉണ്ടാവുന്നത്. അതന്നെ മുറ്റം നിൽക്കി. ഇതാണ് വീഡിയോ എടുക്കാൻ നല്ല രസം. അതിന് മണ്ടു മുറ്റം കാണാം. ഹായ്. സപ്പോട്ട പോത്തിനോ സംശയം. എന്തോ കൊത്തിക്കണ്. കൊത്തിയതല്ല, അതിന്റെ ഇതായത്. അല്ലല്ല, പോത്തില്ല. എവിടെയെങ്കിലും ഒന്ന് പോത്തുണ്ടോ നോക്കിക്കോ. നമ്മള് ഇവിടെ പോയപ്പോ നമ്മളെ കറി ഉണ്ടാവും. പറിച്ചേക്കണം എന്നാ പോക്കില്ലേ. പറിച്ചാലും തിനോ ഇപ്പോഴോ വലിയതൊക്കെ പറിച്ചിട്ടോ. അടക്കതാട്ടോ അവിടെ കാണാതെ കണ്ട. വലുത് മാത്രം പറിച്ചാൽ മതി. പോത്തിട്ടോ പോത്തിട്ട് നമുക്ക് പറിച്ചിട്ടുണ്ടോ. ഏതാ ജഗ്രീൻ ബട്ടർ. അവിടെ പറിച്ചില്ലേ?
പത്തയ്ക്ക് മുന്തിരിയും ഇവിടെ ഉണ്ടായതല്ല. പച്ചക്കോട് ഉണ്ടായതല്ല കേട്ടോ, അതൊക്കെ അങ്ങാടി സപ്പോർട്ട് നമ്മൾ പച്ചക്കല്ലേ വലുത് പറിച്ചോളി. മേലിലാണ് വലുതൊക്കെ ഉള്ളത്. അത് പോത്തില്ല, ഒന്ന് പോത്തിന് കേസ് പോത്ത് കാട്ടി തരട്ടോ. കൈകട്ടോ, കൈകാട് തിന്നാൻ ഇന്നലെ അതിലിങ്ങനെ പറിക്കാൻ വന്നപ്പോഴേ ഇവിടെ അങ്ങനെ നോക്കിയപ്പോൾ ഒരു സപ്പോർട്ടിങ് ഇതേപോലെ പോത്ത് കിട്ടി. കുറച്ച് ഉറക്കം വരും. നല്ലോണം ആയിട്ടില്ല. പോത്തുള്ളത് എന്നാ ആർക്കാ വേണ്ടി പോത്ത്? അന്നൂനോട് കൈ കഴിക്കണോ? ഒക്കെ അന്നൂനോടുക്ക് ഇന്നുണ്ടായി ബട്ടറൊന്നും ഉണ്ടായില്ല. അതിലൊക്കെ മരുന്നടിച്ചു കേട്ടോ. ബട്ടർമല അമ്മൂച്ചിമലൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഈ ചവല ഇനി പിന്നെ വറുത്തപ്പോ നമ്മളെ കറി എന്തായെന്ന് അറിയില്ല. ഓക്കെ പിന്നെ വറുക്കാം. നമ്മളെ കറി എടുത്തിട്ടാണ് നല്ലോ മധുരമുണ്ട്. ഇതാ അയക്കണല്ലോ. മുരിങ്ങ മരത്തുമ്മലുണ്ട് മുരിങ്ങ ഉണ്ടായിരിക്കണം. മുരിങ്ങ മരത്തുമ്പോ പിന്നെ മുരിങ്ങ അല്ലാതെ പിന്നത്തെ ഉണ്ടാവുക. ഈ പേര കർമൂസ മരത്തിന് എന്താ പറയാ? പപ്പായ. അതുകൊണ്ട് നിറഞ്ഞൊക്കെയാണ് ഇപ്പൊ ഈ പേര. എല്ലാ മരവും ഉണ്ട്. ഇപ്പൊ ഒന്നുമൊരു കായില്ല. തേങ്ങമരം കാട്ടിക്കൊടുത്തു. തേങ്ങമരം അടക്കമരം കാട്ടിട്ടാ എടുത്തോളി. ഇങ്ങോട്ട് അപ്പൊ നമ്മളൊക്കെ തുറന്ന് നോക്കുക. അപ്പൊ എന്തായി നോക്കട്ടെ നമുക്ക്. നമ്മളെ ചുറ്റിക്കറങ്ങി വന്നപ്പോ തന്നെ എന്തായിന്നോ. കണ്ടോ അത് ഓവർ ആവണ്ടല്ലോ. ഓവർ എന്താ രസമുണ്ട്. ഒന്നും കൂടി ആവണം. ചൂടാട്ടെ ഗേസ്. ആയിനോ? വാവ് വാവ് ആയിട്ടുണ്ട്. വാവ് ഇന്നത്തെ വിശേഷം. ഇപ്പൊ തൂമിച്ചാലും പിടിച്ചാലൊന്നും പോകേണ്ട ആവശ്യമില്ല. അതിനെ കടകിട്ട് വറവിട്ടുണ്ടേ. ആഫ്റ്റർനൂൺ വ്ളോഗ്. പിന്നെ നിങ്ങൾ ഇതിനൊരു നല്ല ക്ലാരിറ്റി കൊടുക്കുക. എന്തേനി വീഡിയോ വിടാത്ത? അത് മടിയ വെറുതെ എത്തില്ല. ഒരു മടി മടിയല്ല വീഡിയോ എടുത്തത്. പിന്നെ റമദാൻ മാസമല്ലേനോ. ഇനി മുതൽ നിങ്ങളിങ്ങോട്ട് വരി. നിങ്ങളത്തെ അങ്ങോട്ട് പോയിക്കണം. ഇവിടെ നിൽക്കി, അവിടെ നിൽക്കി, കുറച്ച് ബാക്കിൽ കേൾക്കി. ഉറക്കെ പറയണം കേട്ടോ. അതല്ല നിങ്ങളിത് പറയ്. ഒരു ക്ലാരിറ്റി കൊടുക്കി. ഇനി മുതൽ അങ്ങോട്ട് എന്തെങ്കിലും മൊബൈലിൽ കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ടാവും. കാരണം കുട്ടികളെ വീഡിയോ എടുക്കണമെങ്കിലൊക്കെ മൊബൈൽ കിട്ടൂല. ഈ ഒരു മൊബൈൽ മേലാണ് നമ്മളെ വീഡിയോ കുട്ടികളെ കാണലും സ്കൂളും. ഈ മാത്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാ? പറയ്. മാത്സിനെ കുറിച്ച് പറയ്. അല്ല, ഈ മാത്സിനെ കുറിച്ച് എന്താ പറയല്ലേ? ഇതിന് പ്രത്യേകത അല്ലേ? എന്നായിട്ട് വരി. ഇത് ഇവിടെ വരി. നിങ്ങൾ ഇവിടേക്ക് മണ്ടൻ ഇങ്ങോട്ട് വരി. അല്ല ഇങ്ങോട്ട് വരി. നിങ്ങളിങ്ങോട്ട് വരി. ഇങ്ങോട്ട് വരി. ഇങ്ങോട്ട് വരി. ആയിക്കോട്ടെ. അപ്പൊ ഇതാണ് പ്രശ്നം.
വീഡിയോ എടുക്കാൻ വിളിച്ചാൽ വരില്ല. ഇത്ര കാലം അടിപൊളിയായി വീഡിയോ ഇട്ടീനി. അപ്പോൾ എന്തോ പെട്ടെന്നൊരു മടി കുടുങ്ങി. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് അടുത്തതിലൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു വൈൻഡപ്പ് പിടിക്കത്ത നിങ്ങളെ ചാനലത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. നമ്മളെ കറിയായി. ഇതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്.